നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. സിത്തുവും ഹിമയും 3 മണിയോടുകൂടി ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. അടുത്ത ദിവസം അമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്നുള്ള യാത്ര മഹി പിന്നീട് വേണ്ടെന്നു വെച്ചു. ചേട്ടന്മാരും ഏട്ടത്തിമാരും ഒക്കെ വന്ന ശേഷം എല്ലാവർക്കും കൂടി പോകാമെന്ന് അവൻ സരസ്വതി ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചറും അത് സമ്മതിക്കുകയായിരുന്നു. ഗൗരിക്ക് മാത്രം നല്ല വിഷമമാണ് തോന്നിയത്. അവൾക്കങ്ങനെ ബന്ധുക്കളോ കൂട്ടുകാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ യാത്ര അവൾ വല്ലാതെ മോഹിച്ചതാണ്. എല്ലാ ദിവസവും വീട്ടിലിരുന്ന് ബോറടിക്കുമെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മഹിയുടെ തീരുമാനത്തിന് അവൾ എതിരൊന്നും നിന്നതുമില്ല. സന്ധ്യ ആകുന്നതിന് മുന്നേ തന്നെ ഗൗരി പോയി കുളിച്ചു വന്നു. ടീച്ചർ അപ്പോഴേക്കും പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തിയിരുന്നു. ടീച്ചറോടൊപ്പം ഗൗരിയും അടുത്തിരുന്ന് നാമം ജപിച്ചു. മഹിയാണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഓഫീസിലെ കുറച്ച് പെയിൻറ്റിംഗ് വർക്കുകൾ ഉണ്ടായിരുന്നു. നാമോജപമൊക്കെ കഴിഞ്ഞ് ടീച്ചറമ്മ ഗൗരിയോട് ബാംഗ്ലൂരിലെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ അവളതെല്ലാം കേട്ടുകൊണ്ട് വലത് കൈപ്പത്തി താടിയിൽ ഊന്നിയിരിക്കുകയാണ്. ആ സമയത്താണ് മഹിയുടെ കാർ ഗേറ്റ് കടന്നു വന്നത്. ഗൗരി ഓടിച്ചെന്ന് വാതി തുറന്നു. എല്ലാ ദിവസവും അവൻ്റെ കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഗൗരി ഓടിച്ചെല്ലും. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കവളിലൊരു മുത്തമൊക്കെ കൊടുത്തിട്ടുണ്ടാവും മഹി അകത്തേക്ക് കയറി വരുമ്പോൾ. ഇന്നും അതുപോലെ കൈ ഉയർത്തിയതും ടീച്ചറമ്മയെ കണ്ടപ്പോൾ അവൻ ഗൗരിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. വല്ലാതെ വിശക്കുന്നുണ്ട്, ഞാൻ പോയിന്ന് കുളിച്ചിട്ട് വരാം. അവൻ വേഗത്തിൽ സ്റ്റെപ്സ് ഓരോന്നായി കയറി മുകളിലേക്ക് പോയി. ലീല ചേച്ചി ആഹാരമൊക്കെ എടുത്ത് ചൂടാക്കി കൊണ്ടുവന്ന് വെക്കുകയാണ്. ഗൗരിയും അവരെ സഹായിക്കുവാനായി അടുക്കളയിലേക്ക് ചെന്നു. ടീച്ചറമ്മ അപ്പോൾ ഹിമയെ ഫോൺ ചെയ്യുകയാണ്, അവർ എവിടെ വരെ എത്തിയെന്നറിയാൻ വേണ്ടി. ഇന്ന് എന്താ മോനെ ഇത്രയ്ക്ക് വിശപ്പ്, നീ ഒന്നും കഴിച്ചില്ലേ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ടീച്ചറമ്മ മഹിയെ നോക്കി. ഇന്നത്തെ ഫുഡ് ഒരു സുഖമായില്ലെന്ന് തോന്നുന്നമ്മേ, വിശപ്പങ്ങോട്ട് പോയില്ല. ഗൗരിയും ടീച്ചറമ്മയും അത് കേട്ട് ചിരിച്ചു. പണ്ടേ അവൻ ഇങ്ങനെയാണ്, വിശന്നിരിക്കാൻ മാത്രം എൻ്റെ കുട്ടിക്ക് പറ്റില്ല. ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് വന്നാലേ ചില ദിവസങ്ങളിൽ എല്ലാം കാലായി വരുമ്പോൾ താമസിക്കും. പലഹാരപ്പെട്ടിയും കാലിയായിരിക്കും ചിലപ്പോൾ. അന്നൊക്കെ ഇവനുണ്ടാക്കുന്ന പുകില് കരഞ്ഞ് നിലവിളിച്ച് നാശാക്കും. മകനെക്കുറിച്ച് വാചാലയാകുകയാണ് ടീച്ചറമ്മ. എൻ്റെ അമ്മേ, 4 or 5 വയസ്സുള്ളപ്പോൾ നടന്ന കാര്യങ്ങളല്ലേ, അതൊക്കെയാണോ ഇത്ര സംഭവമായിട്ട് പറയുന്നേ? മക്കൾ എത്ര വലുതായാലും അമ്മമാരുടെ ഉള്ളിൽ അവരുടെ ബാല്യകാലവും കുസൃതിയുമായിരിക്കും മോനെ നിറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീയും ഒരു അച്ഛനാവണം. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ മേ, ഒന്ന് റെഡി ആവണ്ടേ? അവൻ ഗൗരി കേൾക്കാൻ പാകത്തിന് പിറുപിറുത്തു. എന്താടാ പറഞ്ഞേ? അമ്മയുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് കാട് കയറുകയാണല്ലോ എന്ന്. അതും പറഞ്ഞുകൊണ്ട് അവൻ കഴിക്കൽ മതിയാക്കി എണീറ്റു. എടാ, ഇതും കൂടി കഴിക്കും മഹിക്കൂട്ടാ. വേണ്ട, വയറ് നിറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് പോയി. ഞാൻ പറഞ്ഞതൊന്നും അവൻ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു അല്ലേ മോളെ? ടീച്ചറമ്മ ഗൗരിയെ നോക്കി. ഏയ്, അങ്ങനൊന്നും ഇല്ലമ്മേ, ഏട്ടൻ വെറുതെ ഓരോന്ന് പറയുന്നതല്ലേ. ഗൗരിയാണെങ്കിൽ കഴിച്ച പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. തലവേദനയാണെന്ന് പറഞ്ഞ് ലീല ചേച്ചി നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നിരുന്നു. അതുകൊണ്ട് ഗൗരിയാണ് ബാക്കി ജോലികളൊക്കെ തീർത്തത്. എല്ലാം കഴിഞ്ഞ് അടുക്കള വാരി തുടച്ച ശേഷം അവൾ ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടു അമ്മയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടക്കുന്ന മഹിയേട്ടനെ. ടീച്ചറമ്മയാണെങ്കിൽ തലമുടിയിഴകളിൽ വിരലുകൾ കോർത്ത് തലോടുകയാണ്. ഒപ്പം ബാംഗ്ലൂരിലെ കഥകളും ഉച്ചത്തി പറയുക. ഇടയ്ക്കൊക്കെ രണ്ടാളും ചിരിക്കുന്നുണ്ട്. ഹിമയുടെയും സിദ്ധുവിൻ്റെയും തമാശകളും മറ്റുമൊക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഗൗരി അതൊക്കെ കേട്ടുകൊണ്ട് വാതിൽപ്പടിയിൽ ചാരി നിന്നു. മഹി എഴുന്നേറ്റപ്പോൾ കണ്ടു തങ്ങളെ നോക്കി നിൽക്കുന്ന ഗൗരിയെ. ആ കണ്ണുകളിൽ വല്ലാതെ നഷ്ടബോധം നിഴലിച്ചിരുന്നു. അച്ഛനും അമ്മയും ഒന്നുമില്ലാതെ വളർന്ന ഒരു സാധു പെൺകുട്ടിയുടെ മുഖമായിരുന്നു അവൾക്കപ്പോൾ. കിടക്കാനായി അവൾ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിക്കുകയാണ്. വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് മഹി അവളുടെ അടുത്തേക്ക് വന്നു. ശേ മഹിയേട്ടാ, എന്തായി കാട്ടുന്നേ, വിടുകട്ടോ. മഹി അപ്പോഴേക്കും അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ കിടന്നിരുന്ന ആട്ടുകട്ടിലിൻ്റെ സമീപം എത്തിയ ശേഷമാണ് അവളെ അവൻ താഴെ നിർത്തിയത്. ഇന്നും മഴയുണ്ടെന്ന് തോന്നുന്നു. തണുത്ത കാറ്റടിച്ചു വന്നപ്പോൾ മഹി ആകാശത്തേക്ക് നോക്കി. മഹിയേട്ട വരൂ, നീ കിടക്കണ്ടേ, നേരെ ഒരുപാടായി. അവൻ ആട്ടുകെട്ടിലേക്ക് കയറിയിരുന്നുകൊണ്ട് ഗൗരിയെ തൻ്റെ അരികിലേക്ക് ചേർത്തിരുത്തി. എന്നിട്ട് അവളുടെ നനുത്ത വയറിന്മേൽ മുഖം പൊഴുത്തി. ഇതെന്താ ഈ ചെയ്യുന്നേ?
അവളൊന്ന് പിടഞ്ഞു പൊങ്ങി. ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കെൻ്റെ ഭാര്യയോടൊപ്പം മഴ കാണാനൊരാഗ്രഹം. ദേ, ഞാൻ കിടക്കാനായി പോവാം. മഹേട്ടൻ ഇവിടെ മഴ പെയ്യുന്നു നോക്കിയിരുന്നു. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ ഇടുപ്പിൽ കൈമുറുക്കി. ഗൗരി, മഴയേക്കാൾ മനോഹരിയായിട്ട് നീ പെയ്യുന്നത് കാണാനാണ് എനിക്കേറെ ഇഷ്ടം. നിന്നിൽ നിന്ന് ഉതിർന്നു വരുന്ന ആ മഴത്തുള്ളിയിൽ ഉമ്മ വയ്ക്കാൻ എനിക്ക് വല്ലാത്ത മോഹം. അവളുടെ വയറിന്മേൽ ഒന്ന് തോണ്ടിക്കൊണ്ട് മഹി മുഖമുയർത്തി ഗൗരിയെ നോക്കി. ഓ, ഇന്നാകെ റൊമാൻറ്റിക് മൂഡിലാണല്ലോ. അയ്യട, കൊള്ളാലോ മനസ്സിലിരിപ്പ്. നാണല്ലേ മഹിയേട്ടാ നിങ്ങൾക്ക്? നാണമോ? എനിക്കോ? അതും നിന്റെ മുന്നില്? ചെച്ചേ, മ്ലേച്ഛം. അങ്ങോട്ട് എണീറ്റേ, എൻ്റെ കണ്ണടഞ്ഞു പോന്നു. അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഗൗരി പറഞ്ഞു. ശരി ശരി, എഴുന്നേറ്റ് കളയാം. എൻ്റെ പ്രിയതമയ്ക്ക് ഉറക്കം വന്നു പോയില്ലേ? എന്താ ചെയ്യുക? മഹി എഴുന്നേറ്റു. റൂമിലേക്ക് പോകാൻ തുടങ്ങിയവളെ ഒറ്റ കുതിപ്പിന് പിടിച്ചു. എന്നിട്ട് അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആട്ടുകട്ടിലിരുന്നു. ഇപ്പം പോകാം പെണ്ണെ, ഒരു 5 മിനിറ്റ്. അവളുടെ കാതോരം ഒഴിഞ്ഞുകൊണ്ട് മഹി അവളെ അല്പം കൂടി ചേർത്തു. മഴ ചെറുതായി പെയ്തു തുടങ്ങി. ഗൗരി, എന്താ ഏട്ടാ? നമ്മൾ രണ്ടാളും കൂടി നാളെ ഒരു യാത്ര പോവുകയാണ്. 4-5 ദിവസം എടുക്കും മടങ്ങി വരാൻ. വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നീ നേരത്തെ തന്നെ ബാഗിലേക്ക് വെക്കണേ. യാത്രയോ? എങ്ങട്? ഗൗരി ഒന്നും മനസ്സിലാക്കാത്ത മട്ടിൽ മഹിയെ നോക്കി. അതൊക്കെ നാളെ പറയാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. എന്നാലും പറയും മഹിയേട്ടാ, എവിടേക്കാ യാത്ര? നാളെ പറയാം ഗൗരി. നീ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കിടക്ക്. 4-5 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്ര ദിവസം ലീവ് കിട്ടുമെന്ന് അറിയില്ല. ലീവിൻ്റെ കാര്യമൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. എന്നാലും മഹിയേട്ടാ, അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഒറ്റയ്ക്കല്ലല്ലോ, ലീല ചേച്ചിയില്ലേ? അതെ, എന്നാലും അമ്മ ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല പെണ്ണേ. നീ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് വേഗം കിടക്കാൻ നോക്ക്. മഹി അവളുടെ കവിളത്ത് തൻ്റെ മൂക്കുകൊണ്ട് ഒന്നുരസി. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ഫ്ലൈറ്റ്. അതിനു മുന്നേ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ട് കാലത്തെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. ഫ്ലൈറ്റോ? ഡമ്മി, എനിക്ക് പേടിയാ മഹിയേട്ടാ. ഞാൻ ഇതുവരെ ആയിട്ടും ട്രെയിനിൽ പോലും ഒന്ന് കയറിയിട്ടില്ല. എല്ലാം സെറ്റ് ആക്കാൻ കുട്ടി. നീ പോയി എല്ലാം പാക്ക് ചെയ്യ്. മഹി പറഞ്ഞതിൻ പ്രകാരം ഗൗരി ഡ്രസ്സുകളൊക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ചു. പിന്നെ മൊബൈൽ ചാർജറും അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളും ഒക്കെ എടുത്തു. ഗൗരി, എന്താ ഏട്ടാ? നിന്റെ ആ ഗ്രീൻ കളറുള്ള ധാവണി ഇപ്പോൾ കയ്യിലുണ്ടോ? ഏതാ ഏട്ടാ? അന്ന് അമ്പലത്തിൽ വന്നപ്പോൾ ഉടുത്തത്? ഉണ്ടല്ലോ. ആ, അതും കൂടി എടുത്തു വെച്ചേക്ക്. അയ്യോ, അത് കൊള്ളില്ലെന്നേ, ഒരുപാട് പഴയതാ. അതൊന്നും സാരമില്ല. നീ ഇപ്പോൾ അതെടുത്ത് വെക്കാൻ നോക്ക്. ശോ, മഹിയേട്ടാ, അത് വേണോ? അവനൊന്ന് കലിപ്പിച്ച് നോക്കിയപ്പോൾ ഗൗരി പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അടുത്ത ദിവസം കാലത്തെ ഗൗരി നേരത്തെ അടുക്കളയിലെത്തി. ലീല ചേച്ചി ഉണർന്നു വരുന്നതേ ഉള്ളൂ. അമ്മയുടെ മുറിയിൽ നിന്നും നേരത്തെ വെട്ടം കാണാം. അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പവും വെജിറ്റബിൾ സ്റ്റൂവുമായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഗൗരി ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെള്ളത്തിലേക്കിട്ടു. തലേ ദിവസം ഗ്രീൻ പീസ് കുതിർക്കാനായി വെച്ചിരുന്നു. നാളികേരം എടുത്ത് ചിരകിക്കൊണ്ടിരുന്നപ്പോഴാണ് ലീല ചേച്ചി ഉണർന്നു വന്നത്. മോളെ ഗൗരി, നീ എന്താ ഇത്ര നേരത്തെ ഉണർന്നത്? അല്പം കൂടി കിടക്കാറുന്നില്ലേ? ഒരു കോട്ടുവ ഇട്ടുകൊണ്ട് അവർ ഗൗരിയുടെ അരികിലേക്ക് വന്നു. ഞങ്ങൾക്ക് കാലത്തെ തന്നെ ഒരു യാത്ര പോകണം ചേച്ചി. ഇന്നലെ രാത്രിയിലാ ഇക്കാര്യം മഹിയേട്ടൻ എന്നോട് പറയണത്. അതെയോ? എവിടേക്കാ മോളെ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ചേച്ചി. എല്ലാം സർപ്രൈസ് ആണെന്ന് മഹിയേട്ടൻ പറഞ്ഞതേ. ആഹാ, എങ്കിൽ പോയിട്ട് വാ മക്കളെ. എവിടേക്ക് പോകുന്ന കാര്യമാണ് ലീലെ നീ പറയുന്നത്? സരസ്വതി ടീച്ചർ വാതിൽ കടന്നകത്തേക്ക് വന്നു. കുട്ടികൾ രണ്ടാളോടി ടൂറ് പോവാ ടീച്ചറെ, അക്കാര്യത്തെക്കുറിച്ച് പറയുമായിരുന്നു. നേരാണോ ഗൗരി? നിങ്ങൾ എവിടേക്കാ ടൂറ് പോകുന്നേ? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ടീച്ചറെ. ഇന്നലെ രാത്രി മഹിയേട്ടനാ പറഞ്ഞത് ഇന്നൊരു യാത്രയുണ്ടെന്ന്. സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ടീച്ചർക്കായി ഒരു കപ്പ് കാപ്പി പകർന്നെടുത്തുകൊണ്ട് അവൾ അവരുടെ അരികിലേക്ക് വന്നു. അത് ശരി, എന്തായാലും മക്കൾ രണ്ടാളും സന്തോഷമായിട്ട് പോയിട്ട് വരൂ. അവർക്ക് നൽകിയ കാപ്പി മേടിച്ച് ടീച്ചറമ്മ മേശമേൽ വെച്ചു. ടീച്ചറെ, 4-5 ദിവസം എടുക്കും മടങ്ങി വരാൻ. അത്ര ദിവസം മാറി നിന്നാ ടീച്ചറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ? ഇതാ അപ്പം നന്നായേ.
എൻ്റെ യാത്ര കഴിഞ്ഞ് ഞാൻ 1.5 മാസം എടുത്ത് തിരിച്ചെത്താൻ. ആ എന്നോട് തന്നെയാണോ ഗൗരിമോളെ നീ ഈ ചോദ്യം ചോദിക്കുന്നത്? അത് പിന്നെ ഹിമചേച്ചിക്ക് വയ്യാഞ്ഞോണ്ടല്ലേ ടീച്ചറമ്മ പോയത്. ഇതങ്ങനല്ലല്ലോ. നിങ്ങൾ രണ്ടാളും എന്നും സന്തോഷത്തോടു കൂടി കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് തരുന്നത് നല്ല നല്ല യാത്രകളാണ്. അത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒപ്പമാകുമ്പോൾ വിലമതിക്കാനാവാത്ത അനുഭൂതിയാവും. ഒരു പുതിയ പുസ്തകം പോലെയാണ് പുതിയ സ്ഥലം തേടിയുള്ള യാത്ര. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പുതിയ വഴികൾ തേടി ആ മനോഹരമായ ഭംഗി ആസ്വദിച്ച് ഏറ്റവും ആനന്ദകരമായ നിമിഷങ്ങളിൽ കൂടി കഴിയണം. ഓ, അമ്മ കാലത്തെ നല്ല മൂഡിലാണല്ലോ. പിന്നിൽ നിന്നും മഹിയുടെ ശബ്ദം. ഞാൻ ഈ കുട്ടിയോട് ഓരോന്ന് പറയുമായിരുന്നു. എപ്പോഴാ മോനെ ഇവിടുന്ന് തിരിക്കുന്നത്? ടീച്ചറമ്മയുടെ അരികിലായി കിടന്ന കസേരയിൽ വന്ന് മഹിയും ഇരിപ്പുറപ്പിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങണം എന്നോർത്താണ്. പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടമ്മേ. എങ്കിൽ സമയം കളയാണ്ട് നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങിക്കോളൂ. മുഹൂർത്ത സമയത്തിന് ഇറങ്ങാൻ നിൽക്കണ്ട. ടീച്ചർ മക്കളോട് 2 പേരോടുമായി പറഞ്ഞു. ഗൗരി, നീ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞതല്ലേ? ഓ മഹിയേട്ടാ. എന്തെങ്കിലും മറന്നോന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തോണം. അവൾ മൂളി. കാലത്ത് 8 മണിയാകുമ്പോഴേക്കും മഹിയും ഗൗരിയും കൂടി ടീച്ചറമ്മയോടും ലീല ചേച്ചിയോടും യാത്ര പറഞ്ഞ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. എവിടേക്കായിട്ടാ പോകുന്നേ? പോകും വഴിയിൽ 1-2 തവണ കൂടി ഗൗരി അവനോട് ചോദിച്ചു. പക്ഷെ മഹി ഒരു പുഞ്ചിരിയോടെ ഇരുന്നതേ ഉള്ളൂ. ടൗണിലെത്തിയപ്പോൾ അവിടെയുള്ള ഒരു മാളിലേക്ക് അവൻ ഗൗരിയും കൂട്ടി കയറി. മേടിച്ചു കൂട്ടിയ ഐറ്റംസൊക്കെ കണ്ടപ്പോൾ അവൾക്ക് തോന്നി ഏതോ മഞ്ഞുമലയിലേക്കുള്ള യാത്രയാണെന്ന്. ഉച്ചയ്ക്ക് 3 മണിക്ക് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ അവർ യാത്ര ആരംഭിച്ചു. വിമാനം പറന്നു പൊങ്ങിയപ്പോൾ ഗൗരി മഹിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അല്പം കഴിഞ്ഞതും അവൻ തൻ്റെ വിരലുകൾ അവളുടെ വിരലിലേക്ക് കോർത്തുകൊണ്ട് അവൾക്ക് ധൈര്യം നൽകി. പിന്നീട് ഗൗരി ഓക്കെയായിരുന്നു. മേഘപാളികൾക്കിടയിലൂടെ വിമാനം പറന്നകന്നു. ഒപ്പം അവരുടെ സ്വപ്നങ്ങളും ഒരുപാടുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്നും ഡൽഹി. അവിടെ എത്തിയപ്പോൾ 6 മണി. പിന്നീട് 7:30 അടുത്ത ഫ്ലൈറ്റ് നേരെ ശ്രീനഗർ. അവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രി 10 മണിയായിരുന്നു. മഹിയേട്ടാ, ആകെ തണുക്കുന്നല്ലോ. മഹിയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ഗൗരി പറഞ്ഞു. അത്യാവശ്യം ചൂടിനുള്ള വകയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. റൂമിലെത്തട്ടെ. അവൻ കള്ളച്ചിരിയോടെ ഗൗരിയെ നോക്കി. മറുപടിയായി അവൻ്റെ കൈത്തണ്ടയിൽ അവൾ ഒന്ന് പിച്ചി. നമുക്കിവിടെ നിന്ന് ഒരു 2 മണിക്കൂർ കൂടി യാത്രയുണ്ട് മോളെ. യോ, ഇപ്പൊ സമയം 10:30 അതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. ഞാനെല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഏർലി മോർണിംഗ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് യാത്ര തിരിക്കാം. എവിടെയാണെന്ന് എന്നോട് പറയില്ലല്ലേ? കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ പോരെ പെണ്ണെ? ദി ലളിത് ഗ്രാൻഡ് പാലസ് എന്നൊരു അതിമനോഹരമായ 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് ഗൗരിയെയും കൂട്ടിക്കൊണ്ട് മഹി പിന്നീട് പോയത്. അവിടെ ചെന്നതും ഗൗരി അന്തിച്ചു നിൽക്കുകയാണ്. അസൽ ഒരു കൊട്ടാരം. കടും മഞ്ഞ നിറമുള്ള ബൾബുകളാൽ പ്രകാശപൂരിതമായ ഒരു കൊട്ടാരം. ഈശ്വര, ഇതെന്താണ്? ഗൗരി ചുറ്റിലും മിഴികൾ പായിച്ചു. ഗൗരി വരൂ. മഹി വിളിച്ചപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. രാജകൊട്ടാരത്തിലെ മന്ത്രിമാരെ പോലെ തോന്നുന്ന ജോലിക്കാരാണ് അവിടെ നിൽക്കുന്നത്. 2 പേര് വന്ന് മഹിയെയും ഗൗരിയെയും അവർക്കായുള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമിന്റെ ഡോർ തുറന്നതും ഗൗരി ഞെട്ടിപ്പോയി. സിനിമയിലൊക്കെ കാണുന്ന കൊട്ടാരത്തിലെ അന്തഃപുരം പോലെ തോന്നിച്ചു. കടും ചുവപ്പ് നിറമുള്ള പരവതാനി വിരിച്ചിരിക്കുന്നു. തടികൊണ്ടുള്ള അലങ്കാരപ്പണികളാണ് ആ മുറിയിൽ മുഴുവനും. ആദ്യം ഒരു സിറ്റിംഗ് റൂം. രാജസിംഹാസനം പോലെ 2 കസേരകൾ. അഷ്ടഗന്ധവും ചന്ദനവും പോലെ എന്തോ ഒന്ന് ചെറുതായി പുകച്ചിട്ടുണ്ട്. വല്ലാത്തൊരു പരിമളം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. അതാരെയും ആകർഷിക്കും പോലൊരു വശ്യസുഗന്ധം. ഇരുവശത്തെയും കർട്ടൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് മഹിയുടെ പിന്നാലെ ഗൗരിയും അകത്തേക്ക് കയറി. ചന്ദന നിറമായിരുന്നു അവിടുത്തെ ചുവരുകൾക്ക്. പഴയ പ്രൗഢി എടുത്തു കാണിക്കുന്ന ചുവർ ചിത്രങ്ങളും അതിമനോഹരമായ ഒരു കട്ടിലും ബെഡും. ബെഡിന്റെ വിരിയും പില്ലോയും ഒക്കെ ചന്ദന നിറം. ചന്ദന നിറമാർന്ന വിരിയുടെ മുകളിലായി മുഴുവൻ പനിനീർ റോസയുടെ ഇതളുകളാണ്. ബെഡിന്റെ അരികിലായി നീളം കൂടിയൊരു മേശ കിടക്കുന്നു. 2 അരയന്നങ്ങൾ പരസ്പരം ചുംബിക്കുന്ന ഒരു ശില്പം കാണും അതിൻ്റെ മുകളിലായി. സ്വർണ്ണവർണ്ണമാർന്ന പാത്രങ്ങളും സ്പൂണുകളും ഗ്ലാസുകളും എല്ലാം ഒരു രാജകീയ തനിമ എടുത്തു കാട്ടി. മഹിയേട്ടാ. ഗൗരി ഒരു വിറയലോടെ അവൻ്റെ തോളിൽ കൈവച്ചു. പെട്ടെന്നവൻ തിരിഞ്ഞു നോക്കി. ആ മിഴികൾ നിറഞ്ഞു തൂവിയിട്ടുണ്ട്. ഗൗരി,
എന്താടാ? മഹി അവളുടെ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി. ഏട്ടാ, എനിക്ക് ഞാൻ ഇതിനൊക്കെ അർഹതപ്പെട്ടവളാണോ? ഒന്നും വേണ്ടിയിരുന്നില്ല. പെട്ടെന്നവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ വിരൽ ചേർത്തു. ഈ മഹിക്ക് ഈ ജന്മം കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടവളെ തന്നെയാണ് ജീവിതസഖിയായി ലഭിച്ചിരിക്കുന്നത്. എൻ്റെ പ്രാണന്റെ പാതിയല്ലേ നീ? ജന്മാന്തരങ്ങളിലും നീ തന്നെ ആവണം എൻ്റെ നല്ല പാതി. അതാണ് എൻ്റെ പ്രാർത്ഥനയും ജപവും. സാക്ഷാൽ മഹേശ്വരൻ മുജന്മത്തിൽ ചേർത്ത് വെച്ചതാണ് ഗൗരിയെ. അതിനൊരിക്കലും ഒരു മാറ്റവും വരില്ല പെണ്ണെ. എൻ്റെ ശ്വാസത്തിൻ്റെ ഓരോ തുടിപ്പും നിന്നിലേക്ക് ചേരാൻ വേണ്ടി ഉള്ളതല്ലേ. അവൻ പറഞ്ഞു കഴിഞ്ഞതും ഗൗരി അവനെ ഇറുക്കി പുണർന്നു. ഗൗരി, നീ കരയല്ലേ. എനിക്ക് നിന്റെ കണ്ണീര് കാണാൻ മാത്രം വയ്യ. അതുകൊണ്ടാണ്. വിങ്ങി പൊട്ടിക്കൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ നോക്കി മഹി പതിയെ പറഞ്ഞു. തുടരും.